Hi, welcome to Tips for Happy Life. ഞാനിന്ന് വന്നിരിക്കുന്നത് ഷജിന കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: റോസ് വാട്ടർ വാങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി, ബോട്ടിൽ എക്സ്പയർ ഡേറ്റ് ഒന്നും കാണുന്നില്ല, ഇത് എത്ര കാലം ഉപയോഗിക്കാം? ഇതായിരുന്നു ചോദ്യം. ഇന്നത്തെ കാലത്ത് 100% പ്യുവറായിട്ട് നമുക്കൊന്നും വാങ്ങാൻ കിട്ടത്തില്ല. ചർമ്മത്തിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റൊക്കെ ആകുമ്പോൾ അതിൻ്റെ എക്സ്പയർ ഡേറ്റ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എക്സ്പയർ ഡേറ്റ് ഇല്ലാത്തവ വാങ്ങാതിരിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. ഹോം മെയ്ഡ് റോസ് വാട്ടർ ആണെങ്കിൽ അത് 3 മാസത്തോളം കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന റോസ് വാട്ടറൊക്കെ ആണെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അത് ഡിസ്റ്റിൽഡ് വാട്ടറിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള റോസ് വാട്ടർ നമുക്ക് ഒരു 6 മാസം വരെ യൂസ് ചെയ്യാവുന്നതാണ്. അതും ഉപയോഗശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മളിൽ പലരും റോസ് വാട്ടർ വാങ്ങി വയ്ക്കാറുണ്ട്. വല്ല കാലത്തും കൂടി അതൊക്കെ ഒന്ന് എടുത്ത് ഉപയോഗിക്കും. അതാണൊരു പതിവ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഷജിനയുടെ ഈ മെസ്സേജിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം നമുക്കെല്ലാവർക്കും ഈ കാര്യത്തെക്കുറിച്ച് പുതിയൊരു അറിവ് അല്ലെങ്കിൽ പുതിയ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. ഓരോന്ന് വാങ്ങി വയ്ക്കും, പിന്നെ അതിൻ്റെ എക്സ്പയർ ഡേറ്റ് ഒന്നും ആരും നോക്കാറില്ല. കുറേ കാലം കഴിഞ്ഞാലും ഇതെടുത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ചർമ്മത്തിന് നല്ലതാണോ അതോ ചീത്തയാണോ എന്നൊന്നും നമ്മളാരും പൊതുവേ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. റോസ് വാട്ടർ നമ്മൾ ഫേസ് പാക്കുകളിൽ ആഡ് ചെയ്യാറുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. ഏറ്റവും നല്ലൊരു ക്ലെൻസിങ് ലോഷനാണ് റോസ് വാട്ടർ. അതൊരു ചെറിയൊരു കോട്ടൺ തുണിയിൽ ഒഴിച്ച ശേഷം നമ്മുടെ മുഖത്തും കഴുത്തിലുമൊക്കെ അമർത്തിയൊന്ന് തുടയ്ക്കുക. ചർമ്മത്തിൻ്റെ അഴുക്ക് നീങ്ങാനായിട്ട് ഇത് വളരെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന ശേഷം ഈ രീതിയിലൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചർമ്മം തിളക്കമുള്ളതാകാനും ഇത് സഹായിക്കുന്നുണ്ട്. കണ്ണിന് ക്ഷീണമൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ചന്ദനവും റോസ് വാട്ടറും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൺപോളകളൊക്കെ ഒന്ന് പുരട്ടാം. ഇങ്ങനെ ചെയ്തൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം. കണ്ണിന് നല്ല ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. വേനൽക്കാലത്ത് പലരുടെയും ഒരു പ്രശ്നമാണ് ചർമ്മത്തിൽ കുരുക്കൾ ഉണ്ടാകുക എന്നുള്ളത്. ഇത് ഏതുതരം കുരുക്കളാണെങ്കിലും മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പോലും നമുക്ക് റോസ് വാട്ടർ പ്രയോജനപ്പെടുത്താവുന്നതാണ്. റോസ് വാട്ടർ പുരട്ടുന്നത് ഇങ്ങനെയുള്ള മുഖക്കുരുവും ചുവന്ന കുരുക്കളും അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ടത് ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ മേക്കപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ മേക്കപ്പിന് മുമ്പ് ഫൗണ്ടേഷനായിട്ടും നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. വളരെ നാച്ചുറലായിട്ടുള്ള ഒന്നാണിത്. എല്ലാത്തരം ചർമ്മക്കാർക്കും റോസ് വാട്ടർ ഉപയോഗിക്കാമെന്നുള്ള ഒരു ഗുണം കൂടിയുണ്ട്. കാരണം റോസ് വാട്ടർ നമ്മുടെ ചർമ്മത്തിൻ്റെ pH മൂല്യം കറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചർമ്മത്തിലെ അഴുക്കുകളൊക്കെ നീങ്ങുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞ ശേഷം നമുക്ക് റോസ് വാട്ടർ ഒന്ന് പുരട്ടിയ ശേഷം കിടക്കുകയാണെങ്കിൽ ചർമ്മത്തിൻ്റെ മാലിന്യമെല്ലാം പുറത്തേക്ക് പോകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാകേണ്ട ഒന്ന് തന്നെയാണ് റോസ് വാട്ടർ. ഇത് വീട്ടിലുണ്ടായാൽ മാത്രം പോരാ, നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. വാങ്ങി വെച്ച എക്സ്പയർ ഡേറ്റിന് ശേഷം നമ്മളത് ഉപയോഗിച്ചിട്ട് അതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഫേസ് പാക്കിന് ഉപയോഗിക്കുന്ന റോസ് വാട്ടർ ആണെങ്കിലും ഇതുപോലെ നല്ല പ്യുവർ ആയിട്ടുള്ള കറക്റ്റ് ഡേറ്റിനുള്ളിൽ ഉള്ള റോസ് വാട്ടർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന റിസൾട്ട് ഒരിക്കലും കിട്ടില്ല എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.